त्रिभुवनमखिलं तेजसा पूरयन्तं रक्ताक्षं पिङ्गकेशं रिपुकुलभयदं भीमदंष्ट्राट्टहासं चक्रं शङ्खं गदाब्जे पृथुतरमुसलं चापपाशाङ्कुशं स्वैः बिभ्राणं दोर्भिराद्यम्। राधे 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 बरसाने वाली राधे, श्री 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 राधे 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 बरसाने वाली राधे। नाम महाधन है अपनो, नहीं दूसरी संपत्ति और कमानी, छोड़ अटारी अटा जग के, हमको कुटिया ब्रज माही बनानी, हमको कुटिया ब्रज माही बनानी, हमको कुटिया ब्रज माही बनानी। टूक मिले रसिकों के सदा, और पीवन को यमुना जल पानी, हमें औरन की परवाह नहीं,
अपनी ठकुरानी श्री राधिका रानी, अपनी ठकुरानी श्री राधिका रानी, अपनी ठकुरानी श्री राधिका रानी। जय राधे राधे, जय राधे राधे, वृषभानु दुलारी, भक्तों की प्यारी, वो श्यामा प्यारी, हरिदास दुलारी, रसिकों की प्यारी, हमारी प्यारी, तुम्हारी प्यारी, हम सबकी प्यारी, ओ प्यारी प्यारी, ओ प्यारी प्यारी। जय राधे राधे, जय राधे राधे, जय राधे राधे, जय राधे राधे। आइए श्री धाम वृंदावन में प्रवेश करिए। वृंदावन में सुनरक गांव में, काली दह पर, अद्वैत वट में, दान गली में, पान गली में, गुमान गली में, वो कुंज गली में, शिवा कुंज में, प्रेम गली में, श्रृंगार वट पे, चीर घाट पे, केशी घाट पे, ओ निधिवन जी में, वंशी वट पे, ज्ञान गोदड़ी। श्री राधे राधे राधे, बरसाने वाली राधे, श्री राधे राधे राधे, बरसाने वाली राधे। दोनों हाथ से ताली की सेवा करते हुए श्री राधे राधे राधे, बरसाने वाली राधे, 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 श्री राधे राधे राधे, बरसाने वाली राधे। രാധേശ്യാം. ഈ തിരുവോണ നാളിൽ ബ്രഹ്മശ്രീ കിഴക്കേടൻ ഹരിനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഈ പരശുരാമ ക്ഷേത്രത്തിൽ നിന്ന് KK എക്സ്പ്രസിൽ ആരംഭിച്ച ഈ ഭാഗവത തീർത്ഥാടന യാത്ര സത്സംഗങ്ങളും ഭജനകളുമായി വിവിധ നഗരങ്ങൾ പിന്നിട്ട് 11-ാം തീയതി ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ഭഗവാന്റെ ജന്മസ്ഥലമായ മധുരയിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നും 2 ബസ്സുകളിലായി വൃന്ദാവനത്തിലെ ശ്രീകൃഷ്ണ പ്രവാഹ ആശ്രമത്തിൽ എത്തിച്ചേർന്ന ശ്രീ ഹരിനാരായണൻ നമ്പൂതിരിയെയും സംഘത്തെയും ആതിഥേയരായ ശ്രീ നായർജിയും ഛാജിയും ഭക്ത്യാദരപൂർവ്വം സ്വീകരിച്ചു. धर 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 मुरलिय धर, धर 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 मुरलिय धर, भर 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 मधुर मधुर, भर 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 मधुर मधुर, कर 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 नटवर रूप सुंदर सुखकारी, कितनी सुकुमार है, कितनी सुकुमार है, അന്ന് വൈകിട്ട് 5:30 യജ്ഞത്തിന്റെ അനുഗ്രഹ പ്രഭാഷണത്തിനായി എത്തിച്ചേർന്ന ശ്രീ ബൽറാം ബാബയെയും ആചാര്യനെയും ഭാഗവത ഗ്രന്ഥത്തെയും
ആശ്രമ കവാടത്തിൽ വെച്ച് കേരളീയമായ രീതിയിൽ താലപ്പൊലികളോടുകൂടി സ്വീകരിച്ചാനയിച്ചു. യജ്ഞശാലയിൽ വെച്ച് ആ മഹാത്മാവിന്റെ പാദപൂജ ചെയ്ത് ഹാരം സമർപ്പിച്ചു. ആ മഹാത്മാവിന്റെ അനുഗ്രഹ പ്രഭാഷണത്തിലേക്ക്. भागवत महात्मा के पूर्व सिलहाम वृंदावन के प्रति वृंदावन लीलावतम के अनुसार सुधा यदि कोई हमको गाली देता है, पत्थर फेंकता है, अपमान करता है, भला हुआ हमारा अपमान करने से अटैचमेंट को हटा। തുടർന്ന് ഭാഗവത മഹാത്മ്യ പാരായണം, ആരതി എന്നിവ ക്ഷേത്രത്തിൽ നടന്നു. ഇത് സാധാരണ ഒരു ഭൂപ്രദേശം അല്ല. ഗോലോകത്തിൽ നിന്ന് ഭഗവാൻ തന്റെ ലീലകൾക്ക് വേണ്ടി ആ ഗോലോകത്തെ മുഴുവൻ ഇവിടേക്ക് സങ്കല്പമാത്രയിൽ കൊണ്ടുവന്നതാണ് എന്നർത്ഥം. ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ അടങ്ങുന്ന എത്രയോ ബ്രഹ്മാണ്ടങ്ങളുടെ അധിപതിയാണ് ഗോലോക കൃഷ്ണൻ. ആ ഗോലോക കൃഷ്ണൻ ഗോലോകത്തോടുകൂടി തെരഞ്ഞെടുത്ത പ്രദേശമാണ് വൃന്ദാവനം. അവിടെയാണ് നാം കുറേ ഭക്തന്മാരുടെ ചരിതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്ത് ഇപ്പോൾ ആരൊക്കെയോ ചെയ്ത സുഗതങ്ങളുടെ ഫലം, നമ്മുടെ കുടുംബത്തിലെ പൂർവികന്മാർ ചെയ്തതായിട്ടുള്ള സുഗതത്തിന്റെ ഫലം നിമിത്തം എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സ്ഥാനത്തിന്റെ മഹത്വം നിങ്ങളിലെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലണമെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ അപര്യാപ്തമാണെന്ന് എനിക്കറിയാം. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പോൾ മറ്റുള്ള സ്ഥാനങ്ങളിൽ നാം സത്താഹയജ്ഞം നടത്തുന്നത് പോലെയും കൂടെയും അല്ല, ഇവിടെ എത്രയോ പുണ്യമാണ് ഇവിടെ വെച്ച് ഭാഗവതം ഒരാവർത്തി വഹിക്കുക. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ വൃഥാസുതം. അഥ പ്രഥമോധ്യായഃ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. യം പ്രവ്രജന്തമനുവേദമവേദകൃത്യം ദൈവായനോ വിരഹകാതര ആജുഭാവ പുത്രേതി തന്മയതയാ തരവോ വിനേതു സ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി.
പന്ത്രണ്ടാം തീയതി പ്രഭാതത്തിൽ ബ്രഹ്മശ്രീ ആരൂർ ഹരികുമാർ ഭട്ടത്തിരിപ്പാടിന്റെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമം നടന്നു. കൃഷ്ണാജിനുധരം നാഗയജ്ഞോപവീതിനം ബാലേന്ദ്രവിരസന്മൗലിം വന്ദേഹം ഗണനായകം ഗണേശവരദാ മാം പാഹി ഗജമുഖ ഗണനാഥ ഗണേശവരദാ മാം പാഹി ഗണേശവരദാ മാം പാഹി. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ശാന്താകാരം ഭുജഗശൈലം പദ്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. നാരായണ നിൻ ചരിതങ്ങൾ പാടി ധീരേണമേ കൃഷ്ണമദീയ ജന്മം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീരാധിക മോഹന പത്മനാഭ നാമങ്ങളെ മട്ടു സദാ ജപിച്ചു ധീരേണമേ കൃഷ്ണമദീയ ജന്മം. ധാരാധര ശ്യാമള രമ്യമൂർത്തേ വാതാരയാധീശ ഹരേ മുരാരേ ദേഹാവസാനത്തിലിവൻ ഭവാന്റെ പാദാരവിന്ദത്തിലലിഞ്ഞിടേണേ പാദാരവിന്ദത്തിലലിഞ്ഞിടേണേ.
जगती माता वाले लो है मानन को पुत्र को माया तुमत के दिगारी हर तुम्हें तारी धूपिन हारी मोहन मदन मुरारी। യജ്ഞശാലയിൽ നടന്ന വിഷ്ണു സഹസ്രനാമം, അഷ്ടോത്തരം, സമൂഹാർച്ചന, ഗ്രന്ഥപൂജ, പാരായണം എന്നിവയ്ക്ക് ശേഷം ഏകദേശം ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടി വൃന്ദാവനത്തിലെ പുണ്യതീർത്ഥങ്ങൾ സന്ദർശിക്കാൻ ആരംഭിച്ചു. ആ തീർത്ഥാടന വിവരങ്ങളിലേക്ക്. രാധേശ്യാം, നാം വളരെ പ്രസിദ്ധമായ കാർത്യായനി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വന്തം ഭർത്താവായി തീരുവാൻ ഗോപകുമാരിമാർ ആഗ്രഹിച്ച് ശാണ്ഡില്യ മഹർഷിയുടെ ഉപദേശപ്രകാരം ഈ ക്ഷേത്രത്തിൽ വന്ന് ഇവിടെ വെച്ചാണ് ശ്രീദേവിയെ ഉപാസിച്ചത്. ഗോപകുമാരിമാർ സ്തുതിച്ച പോലെ നമുക്കും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. കാർത്യായനി മഹാമായേ മഹായോഗിന്നധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ ഗുരു തേ നമഃ. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു മഹാത്മാവ് ഇപ്പോഴും തപസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത്. ആ മഹാത്മാവിനെയും നമുക്ക് ഇവിടെ വച്ച് സ്മരിക്കാം. ഇപ്പോൾ നാം നിൽക്കുന്നത് വളരെ പ്രസിദ്ധമായ വൃന്ദാവനത്തിലെ രംഗനാഥ് മന്ദിർ എന്നുള്ള പേരിലുള്ള ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. വൃന്ദാവനത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും വലിയ ക്ഷേത്രവുമാണ്. ഇവിടെ ദക്ഷിണേന്ത്യൻ രീതിയിലാണ് ക്ഷേത്ര നിർമ്മാണം നിർവഹിച്ചിട്ടുള്ളത്. സ്വർണ്ണക്കൊടിമരം എല്ലാം ഇവിടെ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. ഈ രംഗനാഥ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രക്കുളവും ദക്ഷിണേന്ത്യൻ രീതിയിലുള്ള ഗോപുരങ്ങളും ദൃശ്യങ്ങളും ചിത്രപ്പണികളും എല്ലാം നമുക്ക് കണ്ണിന് വിസ്മയമായി മനസ്സിന് ആനന്ദമായി ഇപ്പോഴും കാണാൻ സാധിക്കുന്നു. ശ്രീ രംഗനാഥ ഭഗവാനെയും വന്ദിച്ച് നമുക്ക് ഇവിടെ നിന്ന് മടങ്ങാം. ഈ തീർത്ഥാടന വേളയിൽ കണ്ടുമുട്ടിയ അപൂർവ വ്യക്തിത്വങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ശ്രീ ഗോപാൽജി, ബഹുഭാഷാ പണ്ഡിതൻ. ഈ വയസ്സുകാലത്തും മുഴുവൻ സമയവും വൃന്ദാവന സേവനത്തിനായി ജീവിക്കുന്നു. ശ്രീ ശേഖർജി, അപകടങ്ങളിൽപ്പെട്ട പശുക്കളെ കൊണ്ടുവന്ന് അവയെ സംരക്ഷിക്കുന്നു. ഈ ഗോശാല വന്നിട്ട് ഒരു 12 കൊല്ലമായിട്ട് നടക്കുകയാണ്. മെയിൻ എയിം വന്നിട്ട് വഴിയിൽ കിടക്കുന്ന കാച്ചിലായിട്ട് ആക്സിഡൻ്റ് ആയ പശുക്കൾ ഇവരിനെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്.
That's why we call ourselves careful cows. Car with rash driving. Cows, they won't stop the car. A car break on the ഒരുപാട് പശുക്കളിങ്ങനെ കാല് ആക്സിഡന്റ് വരും. कर दो बेड़ा पार, कर दो बेड़ा पार, राधे अलबेली सरकार, अलबेली सरकार। ओ कर दो बेड़ा पार, राधे अलबेली सरकार। ओ कर दो बेड़ा पार, राधे अलबेली सरकार। ओ राधे अलबेली सरकार, राधे अलबेली सरकार, राधे अलबेली सरकार, राधे अलबेली सरकार। ओ राधे अलबेली सरकार, राधे अलबेली सरकार। कर दो बेड़ा पार, राधे अलबेली सरकार। ओ कर दो बेड़ा पार, राधे अलबेली सरकार। ओ कर दो बेड़ा पार, राधे अलबेली सरकार। ഇപ്പോൾ നാം സ്ഥിതി ചെയ്യുന്നത് അഥവാ നിൽക്കുന്നത് ധ്യാൻ ഉദ്ധരി എന്നുള്ള ദിവ്യമായ ഒരു പ്രദേശത്താണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സന്ദേശവും വഹിച്ച് വൃന്ദാവനത്തിലേക്ക് വന്നതായ ശ്രീകൃഷ്ണ സജീവനായ ഉദ്ധവൻ, ആ ഉദ്ധവൻ ഗോപകുമാരിമാരുമായിട്ട് സംവാദം ചെയ്ത നടന്ന സ്ഥലമാണ് ഇത്. ഉദ്ധവൻ ഗോപികളെ ഗുരുവായി സങ്കല്പിച്ച് ഗോപീ ചരണാരവിന്ദങ്ങളെ വീണ് നമസ്കരിച്ച് ആ ചരണാരവിന്ദത്തിലെ ഒരു പാദരേണുവാൻ ആഗ്രഹിച്ച് വന്ദിച്ച നമസ്കരിച്ച സ്ഥലമാണ്. നമുക്കും ഭാഗവതത്തിലെ പ്രസിദ്ധമായ ആ ശ്ലോകം ഒന്നോർത്ത് ഉദ്ധവർ ഗോപകുമാരിമാരെ നമസ്കരിച്ചതുപോലെ അവരുടെ പാദരേണുവിനെ നമസ്കരിച്ചതുപോലെ നമസ്കരിക്കാം. വന്ദേ നന്ദൗ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാദി ഭുവനത്രയം ശ്രീഗോപീചരണാരവിന്ദപരമാണവേ നമഃ. ശ്രീ തുളസീദാസ് രാമചരിതമാനസം രചിച്ച സ്ഥലത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. വളരെ പഴക്കം ചെന്ന ക്ഷേത്രം, ധാരാളം ഭഗവത് ഭക്തന്മാർ ദർശനം നടത്തുന്ന ദിവ്യക്ഷേത്രം. ഈ ക്ഷേത്രത്തെ ഇന്നും ആശ്ചര്യപൂർവം കണ്ടുവരുന്ന ഒരുപാട് തീർത്ഥാടകർ ഇവിടെ വരുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഒരു കദംബ വൃക്ഷം, ആ കദംബ വൃക്ഷത്തിൽ രാധേ രാധേ എന്നുള്ള നാമം, വിശിഷ്ടനാമം ആ വൃക്ഷത്തിൻ്റെ പുറന്തോടിൽ ഇപ്പോഴും കാണുന്നു.
ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഏതോ ഒരു മഹാത്മാവ് തപസ് ചെയ്ത് അവിടെ തന്മയീഭാവത്തിൽ വന്നപ്പോൾ ആ മഹാത്മാവിൻ്റെ തപോഫലം ആയിട്ടാണ് അവിടെ വന്ന കദംബവൃക്ഷത്തിലും ഈ രാധാനാമം നമുക്ക് കാണാൻ സാധിച്ചത് എന്നറിയുന്നു. വളരെ ആശ്ചര്യകരമായ, ചിന്തിപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. നമുക്ക് അവിടെയും വന്ദിക്കാം. വംശീവട്ട് എന്നുള്ള സ്ഥലത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. വളരെ പ്രസിദ്ധമാണ് ഈ പ്രദേശം. ഭഗവാൻ വേണുഗാനം ചെയ്ത ദിവ്യമായ സ്ഥാനമാണ് ഈ വംശീവട്ട്. 5000 വർഷം മുമ്പ്, അതായത് ശ്രീകൃഷ്ണാവതാര കാലഘട്ടത്ത് ഭഗവാന്റെ ദിവ്യസാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ച വൃക്ഷമാണ് ഈ വംശീവൃക്ഷം. ഭഗവാൻ ഈ വൃക്ഷത്തിൻ്റെ താഴെ നിന്നും കൊണ്ടാണ് ത്രിഭംഗി രൂപത്തിൽ ഓടക്കുഴൽ വിളിച്ചിരുന്നത്. ഭഗവാന്റെ ഓടക്കുഴൽ നാദത്തിൽ എല്ലാ ചരാചരങ്ങളും ആനന്ദം കൊണ്ട് പുളകിതനായി എന്ന ഭാഗവതത്തിലെ രംഗം ഇപ്പോൾ നമുക്ക് സ്മരണീയമാണ്. ഈ വംശീവൃക്ഷത്തിൻ്റെ വംശത്തിൽപ്പെട്ട കാലപ്രവാഹത്തിൽ പലതും ഒഴുകിപ്പോയെങ്കിലും ഈ വംശീവൃക്ഷത്തിൻ്റെ വംശത്തിൽപ്പെട്ട ഒരു കദംബവൃക്ഷമാണ് നാം ഇപ്പോൾ കാണുന്നത്. ഈ വംശീവൃക്ഷത്തിൻ്റെ താഴെ ശ്രീരാധയുടെ അഷ്ടസഖികളുടെ നാമവും ചിത്രവും ആലേഖനം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഭാഗവതത്തിലെ ശ്ലോകം സ്മരിച്ച് വന്ദിക്കാം. ബർഹാപീഠം നടവരവു കർണയോ കർണികാരം ബിഭ്രത്വാസക്കനകകവിശം വൈജയന്തീം ച മാലാം രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദൈ ബൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശൽ ഗീതകീർത്തി. ചക്രഗദാധാരി രാധേ ഗോപാല ചക്രഗദാധാരി രാധേ ഗോപാല ഇപ്പോൾ നാം നിൽക്കുന്നത് രാധാരമൺജി മന്ദിർ. വൃന്ദാവനത്തിലെ ഒട്ടുമിക്ക പ്രധാന ക്ഷേത്രങ്ങളും ചൈതന്യ മഹാപ്രഭുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യപരമ്പരകളിൽപ്പെട്ട ഗോസ്വാമിമാരാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ ശ്രീ ഗോപാലഭട്ട് ഗോസ്വാമി എന്നുള്ള ഒരു മഹാത്മാ ഈ ക്ഷേത്രത്തിൽ വച്ചിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒരു സാളഗ്രാമ രൂപത്തിൽ ആരാധിച്ചു കൊണ്ടിരുന്നത്.
സാളഗ്രാമം വെറും ഒരു ശിലയാണല്ലോ. ഒരിക്കൽ ഗോപാലഭട്ട ഗോസ്വാമിയുടെ അടുത്ത് ഒരു മഹാധനികനായ ശ്രീകൃഷ്ണ ഭക്തൻ വരികയും ഭഗവാന് ചാർത്താൻ ദിവ്യമായ വസ്ത്രങ്ങളും ദിവ്യമായ ആഭരണങ്ങളും വിലപ്പെട്ട ആഭരണങ്ങളും നൽകി. ഇതൊക്കെ ഭഗവാനെ ചാർത്തണം എന്ന് അദ്ദേഹം താല്പര്യപ്പെട്ടു. ഗോപാലഭട്ട ഗോസ്വാമി ആലോചിച്ചു, എങ്ങനെ ഞാൻ ചാർത്തും? വെറും ശിലയായ ഭഗവാനെ ഞാൻ എങ്ങനെ അണിയിച്ചൊരുക്കും എന്നും പറഞ്ഞ് അദ്ദേഹം കുറച്ച് ചിന്തയിലാണ്ടു. അത്ഭുതമെന്ന് പറയട്ടെ, അടുത്ത ദിവസം താൻ ആരാധിച്ചിരുന്ന സാളഗ്രാമം ശ്രീകൃഷ്ണൻ്റെ ത്രിഭംഗി രൂപത്തിലുള്ള ദിവ്യസ്വരൂപമായിട്ട് മാറി. അത് നേരിൽ കണ്ട് സന്തോഷിച്ച് മതിമറന്ന് ഭക്തി ആവേശത്താൽ ഭഗവാന്റെ കാൽക്കൽ വീട് നമസ്കരിച്ച് ആ ദിവ്യ വിഗ്രഹം അദ്ദേഹം അലങ്കാരം ചെയ്യുകയും ആനന്ദ നിർവൃതി കൈകൊള്ളുകയും ചെയ്തു. പിന്നീട് തൻ്റെ ശേഷിച്ച കാലം മുഴുവൻ ഭഗവാനെ സേവിച്ച് അദ്ദേഹം അവിടെ തന്നെയാണ് സമാധിയായി മാറിയത്. ഭക്തിയുടെ കരളലിയിപ്പിക്കുന്ന ഭക്തൻ്റെ ഏതാഗ്രഹത്തെയും സാധിപ്പിക്കുന്ന ദിവ്യമന്ദിരം രാധാരമണ മന്ദിരം. നമുക്കും ഈ ഭഗവാനെ, ഇവിടുത്തെ രാധാരമൺജിയെ വന്ദിച്ച് പിൻവാങ്ങാം. വനമാലി വാസുദേവ ജഗൽമോഹന രാധാരമണ, വനമാലി വാസുദേവ ജഗൽമോഹന രാധാരമണ, വനമാലി വാസുദേവ ജഗൽമോഹന രാധാരമണ, വനമാലി വാസുദേവ ജഗൽമോഹന രാധാരമണ, ജഗൽമോഹന രാധാരമണ, ജഗൽമോഹന രാധാരമണ, ജഗൽമോഹന രാധാരമണ, ജഗൽമോഹന രാധാരമണ. പ്രസിദ്ധമായ നിധിവനം നിത്യം രാസലീല നടക്കുന്ന സ്ഥലം. ശ്രീമദ് ഭാഗവത ശ്രോതാക്കൾക്ക് നിത്യപരിചയമുള്ള ഒരു സ്ഥലമാണല്ലോ രാസലീല എന്നുള്ളത്. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ 29-ാമത്തെ അധ്യായം മുതൽ 33-ാമത്തെ അധ്യായം വരെയാണ് രാസലീല വർണ്ണന നടത്തുന്നത്. കാമജയം എന്നുള്ളതാണ് ഈ ലീല. നമുക്ക് മോക്ഷത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നതും കാമമാണ്. വിവിധ തരത്തിലുള്ള കാമങ്ങൾ അഥവാ ആഗ്രഹങ്ങൾ. എല്ലാ കാമങ്ങളെയും ആഗ്രഹങ്ങളെയും ഭഗവാനിലേക്ക് തിരിച്ചുവിട്ട ഗോപികൾ. ആ ഗോപികൾക്ക് ഭഗവാൻ നിത്യരാസം കൊടുക്കുന്ന സ്ഥലമാണ് നിധിവനം. വൃന്ദവൃക്ഷങ്ങളാൽ ആവൃതമായ ഒരു ചെറിയ ഇടം. കാഴ്ചക്കാരെ, സന്ദർശകരെ എന്നും രോമാഞ്ചം അണിയിപ്പിക്കുന്ന ദിവ്യമായ സ്ഥലം നിധിവനം. ഇന്നും ഇവിടെ രാസം നടക്കുന്നുണ്ട് എന്നാണ് മഹാത്മാക്കൾ പറഞ്ഞു തരുന്നത്. രാത്രികാലങ്ങളിൽ തളവളകളുടെയും പാദസ്വരങ്ങളുടെയും നർമ്മസല്ലാപങ്ങളുടെയും കിലുങ്ങുന്ന ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത, വൈകുന്നേരം ദർശനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പണ്ഡിറ്റുകൾ ഭഗവാന് രാസമണ്ഡപത്തിൽ വേണ്ടതെല്ലാം ഒരുക്കി വയ്ക്കുന്നു. വെറ്റില, പാക്ക്, തളകൾ, വളകൾ, പനിനീര്, സുഗന്ധദ്രവ്യങ്ങൾ, അതേപോലെ നിവേദ്യ വസ്തുക്കൾ, മാറാനുള്ള വസ്ത്രങ്ങൾ ഇവയെല്ലാം വച്ചു കൊടുക്കുന്നു. അതെല്ലാം വച്ച് രാധാകൃഷ്ണന്മാരെയും ഗോപികമാരെയും സങ്കല്പം ചെയ്തുകൊണ്ട് അവർ ക്ഷേത്രം അടച്ചു പോകുന്നു. പിറ്റേ ദിവസം വരുമ്പോൾ ഭഗവാൻ അതെല്ലാം എടുത്തു ഉപയോഗിച്ചതുപോലെ കാണാറുണ്ട് എന്നാണ് അവർ ഗദ്ഗതഖണ്ഡമായിട്ട് ഇപ്പോഴും സന്ദർശകരോട് ഈ വിവരത്തെക്കുറിച്ച് വിവരണം ചെയ്യുമ്പോൾ പറയുന്നത്. ഭഗവാന്റെ നിത്യസാന്നിധ്യമുള്ള സ്ഥലമാണല്ലോ വൃന്ദാവനം. ആ വൃന്ദാവനത്തിൽ ഏറ്റവും സാന്നിധ്യം അനുഭവപ്പെടുന്ന സ്ഥലമാണ് നിധിവനം. നിധിവനത്തിലെ ആ രാസരേണുക്കളെ നമുക്ക് വന്ദിക്കാം. അടുത്തത് മീരാഭായ് മന്ദിർ. എത്രയോ മീരാ കീർത്തനങ്ങൾ നാം സംഗീതത്തിൽ കൂടെ സംഗീതജ്ഞന്മാരുടെ സംഗീത ആലാപനത്തിൽ കൂടെ കേട്ടിരിക്കുന്നു. ഭക്തി വേണ്ട വിധത്തിലായി കഴിഞ്ഞാൽ മീരയുടെ ഭക്തി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പ്രസിദ്ധമായ മീരാഭായിയുടെ ക്ഷേത്രമാണ്. മീരാഭായ് വൃന്ദാവനത്തിൽ വന്ന് ശ്യാമസുന്ദരനായ ഭഗവാനെ ആരാധിച്ച് ഇവിടെ തന്നെ
ഭഗവാനെ പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത്. ആ മീരാഭായ് മന്ദിറിലെ ശ്യാമസുന്ദരനെ നമുക്ക് വന്ദിക്കാം. ഇപ്പോൾ നാം നിൽക്കുന്നത് ശ്രീ രാധാ ദാമോദർജി മന്ദിർ. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിഷ്യപരമ്പരയിൽപ്പെട്ട മറ്റൊരു മഹാത്മാവാണ് ശ്രീ സനാതന ഗോസ്വാമി. തൻ്റെ ഗുരുനാഥൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം വൃന്ദാവനത്തിൽ സ്ഥിരം താമസമാക്കി. ഭാഗവത പാരായണം, നാമസങ്കീർത്തനം എന്നിവയാൽ അദ്ദേഹം ഗുരുവിൻ്റെ ആഗ്രഹം നിറവേറ്റിക്കൊണ്ടിരുന്നു. ശ്രീകൃഷ്ണ ഭക്തോത്തമനായ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വാസനയായിരുന്നു എന്നും ഗിരിരാജനായ ശ്രീ ഗോവർദ്ധന പർവ്വതത്തെ പരിക്രമ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രദക്ഷിണം വയ്ക്കുക. എന്നും അദ്ദേഹം ഗോവർദ്ധന പരിക്രമ ചെയ്യുമായിരുന്നു. അത് ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം, കൊല്ലങ്ങളോളം നീണ്ടുപോയി. കാലം വളരെ എളുപ്പത്തിൽ കടന്നുപോയി എന്ന് പറയുകയായിരിക്കും ശരി. അദ്ദേഹത്തിന് വാർദ്ധക്യകാലം വന്നു. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും കാണാൻ തുടങ്ങി. പക്ഷേ ഗോവർദ്ധന പരിക്രമ അദ്ദേഹം മുടക്കുവാൻ ആഗ്രഹിച്ചില്ല. കൈയും കാലും ദേഹവും തളർന്നിട്ടും എങ്ങനെ തൻ്റെ നിത്യോപാസന ചെയ്യും എന്ന് അദ്ദേഹം ഗാഠമായി ആലോചിച്ചു, ഖേദിച്ചു. അപ്പോഴതാ ഭഗവാൻ സനാതന ഗോസ്വാമിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട്, ഹേ ഭക്ത, പരിഭ്രമിക്കേണ്ട, നിന്റെ ആരാധന ഞാൻ നടത്തിക്കൊള്ളാം. അങ്ങയ്ക്ക് ഞാൻ ഒരു ശില തരാം. ആ ശില പ്രദക്ഷിണം വച്ചാൽ മതി. ഗിരിരാജ് ചരൺ ശില എന്നുള്ള പേരിൽ ഇതറിയപ്പെടും പിന്നീട്. ഇന്നും നമുക്ക് ഈ ക്ഷേത്രത്തിൽ സനാതന ഗോസ്വാമിക്ക് കൊടുത്തതായ ആ ഗിരിരാജ് ചരൺ ശില കാണാൻ സാധിക്കും. നോക്കൂ, എത്ര മനോഹരം! ഭഗവാന്റെ പാദങ്ങൾ, ഭഗവാന്റെ കൂടെ നിൽക്കുന്ന ആ ഗോവിൻ്റെ പശുവിൻ്റെ പാദം, ഓടക്കുഴൽ, കാലുമേക്കുന്ന കോല് കുത്തിയ അടയാളം, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആനന്ദ നിർവൃത്തിക്ക് ഇതിൽ പരം എന്തിനാണ് ഭക്തന് മറ്റൊന്ന്? ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ ലീലയാണ് ഇവിടെ നാം ഓർക്കുന്നത്. നമുക്കും വന്ദിക്കാം. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് അടുത്താണ് ഇസ്കോൺ എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ ശ്രീ ഭക്തി വേദാന്ത പ്രഭു, അദ്ദേഹത്തിൻ്റെ ഭജനകുടീരം, അദ്ദേഹത്തിൻ്റെ ആദ്യ വിദേശയാത്രയ്ക്ക് തൊട്ടു മുമ്പിലുള്ള അദ്ദേഹത്തിൻ്റെ നിത്യ സാധനാദികൾ നടന്നതായ സ്ഥലം. നമുക്ക് ആ മഹാത്മാവിനെയും ശ്രീകൃഷ്ണ ഭക്തിക്ക് ഇത്രയും പ്രചാരം ലോകമെങ്ങും കൊടുത്ത ശ്രീ ഭക്തി വേദാന്ത പ്രഭുവിനെയും സ്മരിക്കാം. രാധേശ്യാം. छोटी छोटी गैया छोटे छोटे ग्वाल, छोटी छोटी गैया छोटे छोटे ग्वाल, छोटो सो मेरो मदन गोपाल, छोटो सो मेरो मदन गोपाल। छोटी छोटी गैया छोटे छोटे ग्वाल, छोटो सो मेरो मदन गोपाल। अरे छोटो सो मेरो मदन गोपाल। ഭാഗ്യവിഹാരി ക്ഷേത്രം വൃന്ദാവനത്തിലെ ഏറ്റവും തിരക്കുള്ള ക്ഷേത്രമാണ്. വൃന്ദാവനത്തിലെ അധിദേവതയായിട്ട് കണക്കാക്കുന്നു ഈ ക്ഷേത്രം. നമുക്ക് വന്ദിക്കാം. കാളിയമർദ്ദനം നടന്ന സ്ഥലത്താണ് ഇപ്പോൾ നാം നിൽക്കുന്നത്. ഇവിടെ വച്ചാണ് ഭഗവാൻ
കാളിയ നർത്തനം ചെയ്ത് അനുഗ്രഹം ചെയ്തത്. ദാ കാണുന്നു ഒരു കടമ്പ് വൃക്ഷം. ഈ വൃക്ഷത്തിൻ്റെ ശാഖയിൽ നിന്നാണ് ഭഗവാൻ കാളിന്തിയിലേക്ക് എടുത്തു ചാടിയതും കാളിയൻ്റെ വിഷം ഇല്ലാതാക്കി തീർത്തതും കാളിയൻ്റെ ശിരസിൽ കയറി നൃത്തം ചവിട്ടിയതും. കാളിയൻ്റെ കൊടുംവിഷം കൊണ്ട് കരിഞ്ഞുപോയ ഒരുപാട് വൃക്ഷങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാണുന്ന കദംബ വൃക്ഷത്തിന് കരിഞ്ഞുപോയില്ലത്രേ. അതിനൊരു പൗരാണികമായ ഒരു കഥ പറയുന്നു. ദേവലോകത്തിന് അമൃതകുംഭവുമായിട്ട് ഗരുഡ ഭഗവാൻ വന്നപ്പോൾ ഈ വൃക്ഷത്തിൽ കുറച്ചു നേരം വിശ്രമിച്ചു എന്നാണ്. ആ കദംബ വൃക്ഷത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട വൃക്ഷമാണ് ഇപ്പോൾ നാം കാണുന്നത്. नारायण नारायण जय जय गोविंद हरे, नारायण नारायण जय जय गोपाल हरे, नारायण नारायण जय जय गोविंद हरे, नारायण नारायण जय जय गोपाल हरे, नारायण नारायण जय जय गोविंद हरे, नारायण नारायण जय जय गोपाल हरे, വൃന്ദാവന യാത്രയിലെ മറ്റൊരു പ്രസിദ്ധമായ സ്ഥലമാണ് നന്ദഗാവ്. ഗോകുലത്തിൽ പലതരത്തിലുള്ള ആപത്തുകൾ നിരന്തരം ഉണ്ടായപ്പോൾ ഈ സ്ഥലം അത്ര സുരക്ഷിതമല്ല എന്ന് നന്ദാദികൾക്ക് തോന്നി. നന്ദാദികൾ ഉപനന്ദാദികളുമായിട്ട് ആലോചിച്ചപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മാറി താമസിക്കാം എന്ന് തീരുമാനിച്ച് അവർ പിന്നീട് പോകുന്ന സ്ഥലമാണ് പ്രസിദ്ധമായ നന്ദഗാവ്. ഭഗവാന്റെ വളർത്തച്ഛനായ നന്ദഗോപരുടെ പേരിൽ തന്നെ അത് ഇന്നും അറിയപ്പെടുന്നു, നന്ദഗാവ്. राधा रानी की आज के आनंदों की अपने अपने गुरुजी महाराज की नंदगाम धाम की मंडल धाम की. ഇവിടേക്ക് അസുരന്മാർക്കോ ദുഷ്ടശക്തികൾക്കോ ഒന്നും വരാൻ സാധിക്കില്ലത്രേ. കാരണം ഒരു മഹർഷിയുടെ ശാപം ഈ അസുരന്മാർക്ക് കിട്ടിയിരുന്നു. അഥവാ അസുരശക്തികൾക്ക് നന്ദഗാവിൽ പ്രവേശിച്ചാൽ അവർ നശിച്ചു പോകും എന്നുള്ളത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരും അവിടേക്ക് വരുമായിരുന്നില്ല. നന്ദഗോപർ ഈ സ്ഥലം വളരെ സുരക്ഷിതമാണ് എന്ന് കരുതി നന്ദഗാവിൽ താമസം ആരംഭിച്ചു. ഒരിക്കൽ ഉണ്ണിക്കണ്ണൻ നിരന്തരമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് എന്നാൽ അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് കാര്യം പിടികിട്ടിയത്. നന്ദഗാവിലേക്ക് ഭഗവാനെയും കൂട്ടി നന്ദഗോപർ വന്നു എന്നറിഞ്ഞപ്പോൾ സാക്ഷാൽ ശ്രീപരമേശ്വരൻ കൈലാസപതി ഉണ്ണിയെ കാണാൻ ചെന്നു. ഉണ്ണിയെ കാണാൻ ചെന്ന മഹാദേവനെ യശോദ കാണാൻ അനുവദിച്ചില്ല. ത്രിനേത്രധാരിയായ ഭഗവാനെ കണ്ടാൽ തൻ്റെ കുഞ്ഞിന് ഭയം തോന്നുമോ എന്ന് ശങ്കിച്ച് യശോദ പോവാൻ നിർദ്ദേശിച്ചു. ശ്രീ മഹാദേവന് ഇത് കേട്ടപ്പോൾ വിഷമമായി, സങ്കടമായി. അദ്ദേഹം അവിടെ കണ്ട ഒരു പർവ്വതത്തിൽ കയറിയിരുന്ന് തപസ് ചെയ്തു. ഈ തപസ്സിൻ്റെ കാഠിന്യം കൂടിയപ്പോഴാണ് ഉണ്ണിക്കണ്ണൻ കരയാൻ ആരംഭിച്ചത്. യശോദയ്ക്ക് ആകെ പരിഭ്രമമായി. അപ്പോൾ ഗോപികൾ പറഞ്ഞു എത്രേ, മഹാദേവനെ വിഷമിപ്പിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, വേഗം മഹാദേവനെ പോയി കാണാം എന്ന്. അങ്ങനെ യശോദ നന്ദഗോപരെയും ഗോപികമാരെയും എല്ലാവരെയും കൂട്ടി മഹാദേവനെ കാണാൻ വന്നു. നന്ദീശ്വര മഹാദേവ് എന്നാണ് അദ്ദേഹത്തെ ഇപ്പോഴും സ്ഥലവാസികൾ ആരാധിക്കുന്നത്. കണ്ണനെ വന്ന് കണ്ടപ്പോൾ കണ്ണൻ കരച്ചിൽ നിർത്തി. എന്നും തൻ്റെ കുഞ്ഞ് കരയുകയാണ് എങ്കിൽ മഹാദേവ അവിടുന്ന് വന്ന് ദർശനം നൽകി എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ മഹാദേവൻ മറ്റൊരു കരാർ അങ്ങോട്ടും വച്ചു. ഞാൻ വരാം, പക്ഷേ കണ്ണന് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ആ ബാക്കി എനിക്കും നിവേദിക്കണം. അങ്ങനെയാണ് എങ്കിൽ വരാം എന്ന് സമ്മതിച്ചു അത്രേ. ഇന്നും അങ്ങനെ നടക്കുന്നു. ഇവിടെ നന്ദഗാവിലും അതേപോലെ ഗോവർദ്ധനത്തിലും 3 പർവ്വതങ്ങൾ പ്രസിദ്ധമാണ്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ പർവ്വതങ്ങളായിട്ട് നിന്ന സ്ഥലവും കൂടെയാണ്. അതിലൊന്നാണ് നന്ദഗാവ്. ഈ ഭഗവാന്റെ അത്ഭുത ലീലകൾ നടന്ന ഈ നന്ദഗാവിനെയും
അതിലത്തെ സമസ്ത ചരാചരങ്ങളെയും നമുക്ക് വന്ദിക്കാം. രാധേശ്യാം. जय जय गोविंद हरे जय जय गोपाल हरे नारायण नारायण